Please like and subscribe. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ട് തന്നെ വന്നുള്ള, അതായത് വളരെ എളുപ്പത്തിൽ എന്നും പറയുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ജാപ്പനീസ് തെരിയാക്കി ചിക്കൻ എന്ന് പറയുന്നത്. തെരിയാക്കി, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് നോക്കിയാൽ കുറേ വീഡിയോസ് കാണാൻ പറ്റും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് ഡിഷാണ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അതായത് വളരെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാപ്പനീസ് ഡിഷാണ് ജാപ്പനീസ് തെരിയാക്കി ചിക്കൻ. ഓക്കെ, അപ്പം നമ്മളിത് ഒരു ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തുള്ളത്. അപ്പോൾ ഈ ബ്രസ്റ്റ് പീസ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. നമുക്കൊന്ന് ഒരു കട്ട് ചെയ്തിട്ട്, കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കട്ട് ചെയ്യല്ല, ജസ്റ്റ് ഒരു ഇതിന് ബട്ടർഫ്ലൈ കട്ട് എന്ന് പറയും. അതായത് ഒന്ന് തിന്നായിട്ടൊന്ന് സ്ലൈസ് ആയിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊരു ജസ്റ്റ് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെൻഡർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് കുറച്ച് ഹോൾ നമ്മൾ ഈ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ വെറുതെ ഇതിൻ്റെ മുകളിൽ കുത്തി ജസ്റ്റ് ഒന്ന് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുന്നു. അപ്പം നമ്മളിതിൽ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം, സോൾട്ട് ആഡ് ചെയ്യാം. അപ്പം ഈ സോൾട്ടും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക ഹോൾസ് ഇട്ട് കൊടുത്തത് ചിക്കൻ്റെ മുകളിൽ. നമ്മൾ വേറെ അധികം മസാലയൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഇനി ഇതിൽ കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ സോൾട്ട് ആഡ് ചെയ്തു, നമുക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. നമ്മൾ ചിക്കൻ സോൾട്ടും പെപ്പറും മാരിനേറ്റ് ചെയ്തിട്ട് വെച്ച് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഇതിൻ്റെ ഡിഷിൻ്റെ മെയിൻ ഐറ്റം, അതായത് തെരിയാക്കി സോസ്, ജാപ്പനീസ് തെരിയാക്കി സോസ്, അതുണ്ടാക്കാം. അപ്പം ചിക്കനെ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഈ സോസ് ഉണ്ടാക്കാം. അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇപ്പം ജാപ്പനീസ് തെരിയാക്കി സോസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം അത്യാവശ്യം വേണ്ടത് സോയി സോസാണ്. ഈ സൗത്ത് ഏഷ്യൻ ഡിഷസിൽ ഫുള്ള് സോയി സോസ് ഒരു മസ്റ്റ് ആയിട്ടാണ്. നമ്മൾ കുറച്ച് സോയി സോസ് എടുത്തു, അതോട് വെച്ച് ഇതൊരു ജാപ്പനീസ് കുക്കിംഗ് വൈനാണ്, ആൽക്കോളിക് ജാപ്പനീസ് സാക്കെ എന്ന് പറയും. ഇത് നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇടാം. പക്ഷെ ഇതില്ലെങ്കിൽ സാധാ കുക്കിംഗ് വൈൻ എന്തെങ്കിലും ഉണ്ടായാലും മതി. ഇനി അതും കിട്ടിയില്ലെങ്കിൽ കുറച്ച് കുക്കിംഗ് മറ്റേ വിനെഗർ ഇല്ലേ, അത് ഒഴിച്ചാലും മതി. അപ്പം നമ്മൾ തൽക്കാലം നമ്മളിത് അവൈലബിൾ ആയ കാരണം നമ്മൾ കുറച്ച് ജാപ്പനീസ് സാക്കയും കൂടി ഇതിലേക്ക് ഒഴിക്കും. ഓക്കെ, വളരെ കുറച്ച് ജാപ്പനീസ് സാക്കയും കൂടി നമ്മളിലേക്ക് ഒഴിച്ചു. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ആദ്യം ജാപ്പനീസ് സോയ് സോസ് ഒഴിച്ചു, പിന്നെ ജാപ്പനീസ് സാക്ക ഒഴിച്ചു. നമുക്കൊരു കുറച്ച് പഞ്ചസാരയും കൂടി ആവശ്യമുണ്ട്. അത് ഇതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഷുഗറും കൂടി നമ്മൾ ആഡ് ചെയ്യും. ഒരു വളരെ ലൈറ്റായിട്ട് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തു. അതിന് ശേഷം നമ്മളിതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച്, നമ്മൾ അധികം ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് ഇടും നമ്മൾ, പക്ഷെ ഇപ്പം നമ്മൾ അധികം ഉപ്പ് ഇടുന്നില്ല, കാരണം സോയ് സോസിൽ ആവശ്യത്തിന് കൂടുതൽ ഉപ്പുണ്ട്. ആ ഒരു പുളി ഇതുണ്ട്, അത് നമുക്ക് തൽക്കാലം ഉപ്പ് ഇട്ടിട്ടില്ല. ഓക്കെ, നമുക്ക് ഈ സോസ് ഉണ്ടാക്കാൻ വേണ്ടി പാൻ ഒന്ന് ഓൺ ചെയ്യാം. പാൻ ഓൺ ചെയ്ത് നമ്മളിത് ബട്ടർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഒരു കഷ്ണം ബട്ടർ ഇട്ടു, വളരെ ലൈറ്റായി ചെറിയ കഷ്ണം ഒരു ബട്ടർ ഇട്ടു. ഗ്യാസ് ഒന്ന് സിമ്മിൽ വെക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ബട്ടറിൽ ഇത് കിടന്നിട്ട് ഒന്ന് സോട്ട് ആവട്ടെ. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ആവശ്യമുള്ള ഗാർലിക് ഒന്ന് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇതാക്കി എടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ജിഞ്ചർ, ഈ ഗാർലിക്കിൻ്റെ അതേപോലെ തന്നെ വളരെ നൈസായിട്ട് നമുക്ക് ജിഞ്ചറും കൂടി അരിയാം. അപ്പം ഏകദേശം ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ജിഞ്ചറും ഗാർലിക്കും എടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്കിനി കുറച്ച് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യാം. വളരെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് വളരെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തതിനു ശേഷം ഇതൊന്നും കൂടി ഒന്ന് സോട്ട് ചെയ്യാം. ഇതിന്റെ കൺസിസ്റ്റൻസി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതൊരു വെള്ളം പോലെ, അധികം ഒരു കട്ടിയായിട്ട് നമുക്ക് ഇതിൽ കൺസിസ്റ്റൻസി കാണുന്നില്ല അല്ലേ. അപ്പൊ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഒരു ജസ്റ്റ് ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, നമ്മൾ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ആ കോൺഫ്ലവർ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച്, കോൺഫ്ലവർ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ഇതുപോലെ ആക്കി
ഓക്കെ, നമ്മളിതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഞാനൊന്നുകൂടി ഇതൊന്ന് സോട്ടായി വരുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ലൂസ് ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാം. അപ്പോൾ കണ്ടിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇതൊരു 3 to 4 മിനിറ്റ്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് ജസ്റ്റ് ഗ്യാസ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിടാം. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ തെരിയാക്കി സോസ് ഏകദേശം അല്ല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തെരിയാക്കി സോസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് സോസ്. അത് അവിടെ നിന്നിട്ട് ഒന്ന് റെസ്റ്റ് ആവും. നമ്മൾ വീണ്ടും ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്യണം. ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ നേരത്തെ എടുത്തൊരു മാറ്റി വെച്ചിട്ടാണ് ബട്ടറിൻ്റെ ഒരു പീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടർ ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഗ്യാസ് ഒന്ന് സ്ലിമ്മിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അതേപോലെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇതിൽ വെച്ച് കൊടുക്കുന്നു. ഈ ബട്ടറിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നു. ഇത് എപ്പോഴും ശ്രദ്ധിക്കുക, ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ സ്ലോലി ഇട്ട് കുക്ക് ചെയ്യുക. നമുക്ക് 15 മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കാം. മാക്സിമം ഇത് ചെയ്യുമ്പോൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ മറിച്ചിടാൻ ശ്രമിക്കുക. ഒന്നിങ്ങനെ മറിച്ചിട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ചിക്കൻ ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം 15 മിനിറ്റ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തു. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് നമ്മുടെ കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റുന്ന ഒരു 5 മിനിറ്റ് ഇതൊന്നും ഇവിടെ ഇരിക്കട്ടെ, റെസ്റ്റ് ആവണം. നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ തെരിയാക്കി ജാപ്പനീസ് തെരിയാക്കി സോസ് ഉണ്ടല്ലോ, അത് വളരെ കുറച്ചിട്ട്, അധികമൊന്നും വേണ്ട, വളരെ കുറച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുന്നു. വീണ്ടും ഗ്യാസ് ഒന്ന് സിമ്മിലാക്കുന്നു. നമ്മളിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് മെയിനായിട്ട് ബ്രോക്കളി, നമ്മൾ കുറച്ച് യെല്ലോ ക്യാപ്സിക്കം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് സൈഡായിട്ട് നമ്മൾ പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് വളരെ ലൈറ്റായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇടുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. വളരെ കൂടുതൽ നേരം ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കളർ ഇതൊന്ന് മാറുന്ന വരെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതൊരു ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം. ഇത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാൻ വെക്കാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊരു സെർവിങ് ഡിഷിലേക്ക് മെല്ലെ മാറ്റുകയാണ്. ഇനി ഇതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ തെരിയാക്കി സോസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിക്കുകയാണ്. ഈ വെജിറ്റബിൾസ് നമ്മൾ ചിക്കൻ്റെ സൈഡിൽ നമ്മളൊന്നിങ്ങനെ വെക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച തെരിയാക്കി സോസും കൂടി ജസ്റ്റ് വളരെ ലൈറ്റായിട്ട് ഈ വെജിറ്റബിൾസിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കുറച്ച് ഇത് നിർബന്ധമില്ല, ആവശ്യം നമ്മുടെ ഉണ്ടെങ്കിൽ കുറച്ച് സെസ്മി സീഡ്സ് നമ്മുടെ എള്ളിൻ്റെ ഇതല്ലേ, അത് ജസ്റ്റ് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ്. വേറെ പ്രത്യേകിച്ച് ഇതൊന്നും നമ്മൾ സാധാരണ ഏഷ്യൻ ഡിഷസ് ഒക്കെ കാണുമ്പോൾ, ജാപ്പനീസ് തായ് ഡിഷസ് ഒക്കെ കാണുമ്പോൾ കണ്ടില്ലേ, അപ്പോൾ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സെസ്മി സീഡ്സും കൂടി ആഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്നും കൂടി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുള്ള സ്പ്രിംഗ് ഓണിയൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്, ജാപ്പനീസ് തെരിയാക്കി ചിക്കൻ. തെരിയാക്കി എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് സോസ് ആണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഈ ആ കൂടി നമുക്കൊരു എക്സ്ട്രാ വരുന്നത് ജാപ്പനീസ് സാക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുക്കിംഗ് റൈസ് വൈനാണ്. അതില്ലെങ്കിൽ നമ്മുടെ സാധാ കുക്കിംഗ് വൈൻ എന്തെങ്കിലും ആഡ് ചെയ്താലും മതി. ഓക്കെ, അല്ലെങ്കിൽ വിനെഗർ ആഡ് ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ്. കാണാനൊക്കെ ഒരു ഭംഗിയില്ലേ? ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ.